അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തിൽ നിന്ന് രക്ഷ നേടാൻ പുതിയ കരാറിന് കൈകൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്താനും കൂടുതൽ സുഗമമാക്കാനും ചില വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യ തയ്യാറാകുന്നതായാണ് വിവരം. അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ശരാശരി ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തുന്ന നിലവിലെ ഇറക്കുമതി തീരുവയുടെ ശരാശരി 13%. അതിൽ നിന്ന് 4 കുറയ്ക്കാമെന്ന ധാരണയിൽ ഇന്ത്യ എത്തിയതായാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സിന്റെ ഈ റിപ്പോർട്ട്. ഈ നീക്കത്തിലൂടെ ട്രംപിന്റെ പകരച്ചുങ്കത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏപ്രിൽ 2-നാണ് ട്രംപ് പകരം ചുങ്കം ചുമത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% പകരം തീരുവ. പ്രഖ്യാപനത്തിന് പിന്നാലെ സാമ്പത്തിക രംഗം കലുഷിതമായതോടെ പകരച്ചുങ്കത്തിന് താൽക്കാലിക അവധി പ്രഖ്യാപിച്ചെങ്കിലും ജൂലൈ 9-ന് അത് അവസാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം. കരാറിന്റെ ആദ്യഘട്ടത്തിൽ തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ 60%-ന്റെയും തീരുവ എടുത്തുകളയും. ഗോതമ്പ്, ചോളം, അരി, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ പക്ഷേ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എന്നാൽ വിമാനങ്ങളുടെ ഭാഗങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആഡംബര കാറുകൾ, ഹൈഡ്രോ കാർബണുകൾ, ടെലി കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, ലഹരി പാനീയങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള അമേരിക്കൻ ഇറക്കുമതികൾക്ക് ഇന്ത്യ മുൻഗണന നൽകുമെന്നും വിവരങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. $129 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് 2024-ൽ മാത്രം നടന്നത്. ഈ വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കുന്നതും ഇന്ത്യയാണ്. അതായത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ പല മടങ്ങ് അധികം അവിടേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഏകദേശം $45.7 ബില്യൺ മിച്ചമാണ് ഈ വ്യാപാര ബന്ധത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപണി അതിപ്രധാനമാണ്. പകരച്ചുങ്കത്തിന് അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മിക്ക രാജ്യങ്ങളുമായും ട്രംപ് ഭരണകൂടം ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ഇന്ത്യയുമായും ചർച്ചകൾ നടന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച UK-യുമായി കരാറിലെത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതുപ്രകാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ബ്രിട്ടന്റെ ശരാശരി തീരുവയും കുറയ്ക്കാൻ തീരുമാനമായിരുന്നു. അതേസമയം അമേരിക്ക ബ്രിട്ടീഷ് വാഹനങ്ങൾ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് മേലുള്ള തീരുവയിലും കുറവ് വരുത്തും. എന്നാൽ 10% തീരുവ എന്ന അടിസ്ഥാന തീരുവ നിലനിൽക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. അതിലൂടെ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന സന്ദേശം കൂടിയായിരുന്നു ട്രംപ് ലോകരാജ്യങ്ങൾക്ക് കൈമാറിയത്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സമാന ഗതിയിലേക്കാണ് ഇന്ത്യയുമായുള്ള കരാറും നീങ്ങുന്നത്. നിലവിൽ ഇന്ത്യയും ജപ്പാനുമായുള്ള കരാറുകളാണ് അന്തിമഘട്ടത്തോട് അടുത്തു നിൽക്കുന്നത് എന്നാണ് വിവരം. കൂടുതൽ ചർച്ചകൾക്ക് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതിനിധി സംഘം ഈ മാസം അവസാനത്തോടെ US സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കേന്ദ്ര വ്യാപാര വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും സന്ദർശിക്കുമെന്ന് വിവരമുണ്ടെങ്കിലും തീരുമാനം അന്തിമമല്ല. അതേസമയം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അതിനായി പകരച്ചുങ്കത്തിലെ ഇളവുകൾക്കൊപ്പം ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, രാസ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കയറ്റുമതി മേഖലകൾക്ക് വിപണിയിൽ മുൻഗണന നൽകാൻ ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് പ്രത്യേകം താല്പര്യമുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ എതിരാളികളെക്കാൾ മുൻതൂക്കം നൽകുന്ന ഇളവുകളും ഇന്ത്യ തേടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള 10% തീരുവ ഇന്ത്യക്കും ബാധകമായേക്കുമെന്നാണ് ബ്രിട്ടനുമായുള്ള കരാർ സൂചിപ്പിക്കുന്നത്.